കോഴിക്കോട് താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് വധക്കേസിൽ പ്രതികളായ വിദ്യാർത്ഥികൾ ഇന്ന് SLC പരീക്ഷ എഴുതും. പ്രതികൾ കഴിയുന്ന വെള്ളിമാടുകുന്ന് ജുവനൈൽ ജസ്റ്റിസ് ഹോമിന് സമീപമുള്ള സ്കൂളിൽ വെച്ചാണ് പരീക്ഷ എഴുതുക. വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് വലിയ സുരക്ഷയോടെയാണ് ഇവരെ പരീക്ഷയ്ക്കായി എത്തിക്കുക. അതേസമയം ഷഹബാസ് വധക്കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന പോലീസിന്റെ അന്വേഷണവും തുടരുകയാണ്. വിവരങ്ങളുമായി വർഷ ചേരുകയാണ്. വർഷ, ഷഹബാസ് കൊലക്കേസിലെ പ്രതികൾ ഇന്ന് പരീക്ഷ എഴുതുകയാണ്. കൂടാതെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന തരത്തിലാണ് അന്വേഷണവും നീങ്ങുന്നത്. വിശദാംശങ്ങൾ. ഐശ്വര്യ, ഞാനിപ്പോൾ ഉള്ളത് വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിന് സമീപമാണ്. ഇവിടെയാണിപ്പോൾ ഷഹബാസ് വധക്കേസിലെ 5 പ്രതികളെയും താമസിപ്പിച്ചിരിക്കുന്നത്. റിമാൻഡ് ചെയ്ത പ്രതികൾ ഇപ്പോൾ ഇവിടെയാണ് കഴിയുന്നത്. ഇതിന് തൊട്ട് സമീപത്തുള്ള സ്കൂളിൽ നിന്നാണ് ഇവർ SLC പരീക്ഷ എഴുതുക. താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പരീക്ഷ എഴുതാനായിരുന്നു മുൻപുള്ള തീരുമാനം. എന്നാൽ പോലീസിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ ജുവനൈൽ ഹോമിന് സമീപമുള്ള സ്കൂളിലേക്ക് പരീക്ഷാ കേന്ദ്രം മാറ്റിയത്. JDT സ്കൂളിൽ നിന്നായിരിക്കും പരീക്ഷ നടക്കുക. എന്തായാലും സ്കൂളിന്റെ വിവരം, 2 സ്കൂളാണ് ഈ ജുവനൈൽ ഹോമിന് സമീപമുള്ളത്. സ്കൂളിന്റെ വിവരം എന്തായാലും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. കാരണം കനത്ത സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒരുക്കിയാണ് ഈ 5 വിദ്യാർത്ഥികളെയും പരീക്ഷയ്ക്ക് എത്തിക്കുന്നത്. കാരണം പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. അല്പം മുമ്പാണ് KSUവിൻ്റെ പ്രതിഷേധം നടന്നത്. തുടർന്ന് 15ഓളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാരണം ഈ ക്രിമിനൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കൊലപാതകളായിട്ടുള്ള കുട്ടികളെ മറ്റു കുട്ടികളോടൊപ്പം പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്നത്. സമാനമായ നിലപാട് തന്നെയാണ് ഇവരുടെ സഹവിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഷഹബാസിന്റെ വീട്ടുകാരും പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കരുത് എന്നുള്ളതാണ്. കാരണം കൊലപാതക കേസിലെ പ്രതികളാണ്. ഇവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് പുറത്തേക്ക് നൽകുക തുടങ്ങിയ കാര്യങ്ങളാണ് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നത്. അതേസമയം പരീക്ഷ എഴുതാനുള്ള നിലപാട് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് മുന്നോട്ട് പോകുന്നത്. കനത്ത സുരക്ഷയോടുകൂടി ഇവരെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിക്കും. എന്നാൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല, സ്കൂളിൽ സമയം വെച്ച് ഇവരെ തടയുമെന്നുള്ള കാര്യമാണ്. എന്തായാലും ഇപ്പോൾ പ്രതികൾ ജുവനൈൽ ഹോമിലാണുള്ളത്. ഇവരെ അല്പസമയത്തിനകം, അതായത് 9 മണിയോട് കൂടിയാണ് പരീക്ഷ ആരംഭിക്കുക. അതിന് ആ ഒരു 8:30 മണിയോട് കൂടി തന്നെ ഇവരെ പുറത്തേക്ക് ഇറക്കാനാണ് സാധ്യത. കനത്ത സുരക്ഷയോട് കൂടി തന്നെയായിരിക്കും സ്കൂളിൽ എത്തിക്കുക. അതേസമയം ഷഹബാസ് വധക്കേസിലെ തെളിവെടുപ്പും മറ്റ് പ്രതികൾക്കായുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പോലീസ് 4 മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇവയെല്ലാം പരിശോധിച്ച ശേഷം ഈ വധക്കേസിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്നുള്ള കാര്യമാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. കാരണം ഈ ഷഹബാസിന്റെ കുടുംബം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു ആരോപണമായിരുന്നു കേസിൽ മറ്റുള്ളവർക്കും, അതായത് രക്ഷിതാക്കൾക്ക് ഉൾപ്പെടെ, ഈ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് ഉൾപ്പെടെ പങ്കുണ്ട് എന്നുള്ള കാര്യമായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത്. അത് തെളിയിക്കുന്ന പല ഫോട്ടോകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. ഈ ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് TP വധക്കേസ് പ്രതിയോടൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ അടക്കം പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ആരോപണം ശരിവെക്കുന്ന രീതിയിലാണ് ഇതുവരെയുള്ള ഇവരുടെ ഈ നടപടികളെല്ലാം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ പേരുടെ പങ്ക് പരിശോധിക്കുന്നത്. ഇനി ആരൊക്കെ കേസിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ആരൊക്കെയാണെന്നുള്ള കാര്യവും പോലീസ് പരിശോധിച്ച് വരികയാണ്. എന്തായാലും 9 മണിയോട് കൂടി ഇവരെ പരീക്ഷയ്ക്ക് ഹാജരാക്കും. ശരി വർഷ. മുഹമ്മദ് ഷഹബാസ് വധക്കേസിൽ പ്രതികളായ വിദ്യാർത്ഥികൾ ഇന്ന് SLC പരീക്ഷ എഴുതും. അതേസമയം ഇവരെ പരീക്ഷ എഴുതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധങ്ങൾക്കും സാധ്യതയുണ്ട്. വലിയൊരു പോലീസ് സന്നാഹമാണ് അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വർഷ.